നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും മൺസൂൺ കാല സമ്മേളനം ആരംഭിച്ചതിന് ശേഷം അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല. ഏതാണ്ട് ഒരു ബില്ലിൻ്റെ ചർച്ച മാത്രമാണ് തടസ്സം കൂടാതെ നടന്നത്. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ആ ബില്ല് അവതരിപ്പിച്ചിരുന്നു. ഈ പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ ചോർച്ചയടക്കം തടയുന്നതിനുള്ള അങ്ങനെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് ഉത്തരവാദികളായവർക്കുള്ള ശിക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഭേദഗതി ബില്ല്. ആ ഭേദഗതി ബില്ലിൽ മാത്രമാണ് ചർച്ച നടന്നത്. അതിനുശേഷം ഇന്ന് രാജ്യസഭയിലും ആ ബില്ല് വന്നിട്ടുണ്ട്. അതിൻ്റെ ചർച്ചയും നടക്കുന്നുണ്ട്. അതൊഴിച്ചു കഴിഞ്ഞാൽ പാർലമെൻറ്റ് നടപടിക്രമങ്ങളെല്ലാം തുടർച്ചയായി സ്തംഭിക്കുകയാണ്. ആദ്യം നീറ്റ് പരീക്ഷാ ചോർച്ച അത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ബഹളം വെച്ചു. ആ ചർച്ച അനുവദിച്ചപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ ബഹളമുണ്ടായി. ആ വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചതിന് ശേഷം അമിത്ഷാ പ്രസ്താവന നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം ബഹളം വയ്ക്കുന്നുണ്ട്. മാത്രമല്ല, പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും ഈ ചോദ്യോത്തരവേള പോലും നടപ്പാക്കാൻ കഴിയാതെയാണ് സ്തംഭിച്ചു പോകുന്നത്. ഭരണപക്ഷം ഒരു പരിധിവരെ വലിയ പ്രതിസന്ധിയിലാണ്. കാരണം അവർ പ്രതിരോധത്തിലാണ്. വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവയ്പ്പിക്കേണ്ടി വന്നു. മാത്രമല്ല, CJPയുടെ പ്രതിഷേധം അത് അക്രമാസക്തമാകുന്നു. അത് മറ്റു പാർട്ടികൾ ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ട്. രാജ്യം മുഴുവൻ കലാപമുണ്ടാക്കാനായി പല ആളുകളും ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് BJPക്ക്. മാത്രമല്ല, ഈ അയോധ്യയിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ടൊക്കെ ഇന്ന് പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ വലിയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം അപ്പുറം മറ്റ് ചില തിരക്കിട്ട നീക്കങ്ങൾ കൂടി ഭരണപക്ഷം നടത്തുകയാണ്. അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ കുറേ നാളുകളായി പാർലമെൻറ്റിൽ വന്നിട്ടില്ല. പക്ഷേ അദ്ദേഹം പാർലമെൻറ്റ് ഹൗസിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് റൂമിനകത്തുണ്ട്. മാത്രമല്ല, അദ്ദേഹം പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. അദ്ദേഹം അതിരാവിലെ പാർലമെൻറ്റിലെ തൻ്റെ ഓഫീസിൽ വരികയും ഏതാണ്ട് അർദ്ധരാത്രി 12 മണി കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും. അദ്ദേഹത്തെ കാണാനും അദ്ദേഹവുമായി നിർണായകമായ ചർച്ചകൾ നടത്താനുമായി നിരവധി പ്രധാനപ്പെട്ട വ്യക്തികൾ എത്തുന്നുണ്ട്. പലപ്പോഴും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ഓടിയെത്തുന്നത് കാണാം. ഇങ്ങനെ നിരവധി വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ യോഗങ്ങളും മറ്റും ഒരു ഭാഗത്ത് പാർലമെൻറ്റിനകത്ത് നടക്കുന്നുണ്ട്. അതായത് പ്രധാനമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പാർലമെൻറ്റിൻ്റെ ചുറ്റുവട്ടത്തിൽ എപ്പോഴും ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് തന്നെ, വർഷകാല സമ്മേളനം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവരെല്ലാവരും അവിടെ തന്നെയുണ്ട്. പക്ഷേ സഭയിലെത്തുന്നില്ല. മറ്റു ചില നിർണായകമായ യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ബില്ലിൻ്റെ ചർച്ച പോലും ഏൽപ്പിച്ചത് ഈ ഭരണപക്ഷത്തെ യുവനിരയാണ്. അവർ അത് ഭംഗിയായി കൈകാര്യം ചെയ്യുകയും ചെയ്തു എന്ന് പല മാധ്യമങ്ങളും വിലയിരുത്തിയിട്ടുണ്ട്. മാത്രമല്ല, എന്താണ് ഈ സൈഡ് വഴി നടക്കുന്നത്? അതായത് സഭയിൽ ഹാജരാകാതെ, സഭയിൽ പ്രതിപക്ഷ ബഹളം ഉണ്ടാക്കുമ്പോൾ അവരെ നേരിടാതെ, അമിത്ഷാ പ്രസ്താവന നടത്തണം എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാതെ, എന്താണ് അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമെല്ലാം പാർലമെൻറ്റിൽ തന്നെ ഒരു മൂലയ്ക്കിരുന്നു കൊണ്ട് ഇത്തരത്തിൽ ഗൗരവകരമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്? കാരണം ഇന്നിപ്പോൾ ഉന്നതതല യോഗം, മറ്റൊരു പ്രധാനപ്പെട്ട ഉന്നതതല യോഗം കൂടി നടന്നു. അതായത് ആ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നേരത്തെ അമിത്ഷായാണ് ഇത്തരം യോഗങ്ങൾക്കൊക്കെ 1-to-1 മീറ്റിങ്ങുകളായി നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു അവസാനം എന്ന നിലയിലായിരിക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആ ഉന്നതതല യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ, JP നദ്ദ മറ്റൊരു കേന്ദ്രമന്ത്രി, അതോടൊപ്പം തന്നെ രാജ്യസഭയിലെ നേതാവ് കൂടിയാണ് പീയൂഷ് ഗോയൽ വാണിജ്യ വകുപ്പ് മന്ത്രി, S ജയശങ്കർ വിദേശകാര്യമന്ത്രി, അതുപോലെ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി, സർബാനന്ദ സോനോവാൾ, അതോടൊപ്പം തന്നെ അജിത് ഡോവൽ എന്നിവരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. എന്തായിരിക്കാം ഇവർ ഈ കൂലങ്കഷമായി ചിന്തിച്ചു കൂട്ടുന്നത്? എന്തായിരിക്കാം ഇവർ ഈ പദ്ധതി ഒരുക്കുന്നത് എന്ന് ചോദിച്ചാൽ 1-2 വിഷയങ്ങളുണ്ട്. ഒന്ന്, പാർലമെൻറ്റ് സ്തംഭിപ്പിക്കുകയാണ് തുടർച്ചയായി ഈ പ്രതിപക്ഷം. മാത്രമല്ല, വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നിർണായകമായ പല ബില്ലുകളും പാർലമെൻറ്റിൽ വരാനിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ ഇപ്പോൾ ഒരു നടപടിക്രമങ്ങളും പൂർത്തിയാകാതെ ഈ പ്രതിപക്ഷ ബഹളത്തിനിടയ്ക്ക് പല ബില്ലുകളും പാസ്സായി പോകുന്നുണ്ട്. അതിനപ്പുറം നിർണായകമായ ഭരണഘടനാ ഭേദഗതി ബില്ലുകളടക്കം ഈ മൺസൂൺ സമ്മേളനത്തിൽ വരും എന്നെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതും മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള വാർത്തകൾ വന്നതുമാണ്. അതായത് വനിതാ സംവരണ ബില്ല്, മണ്ഡല പുനർനിർണയ ബില്ല്, എന്തിനേറെ പറയുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ല് പോലും വരാൻ സാധ്യതയുണ്ട് എന്ന് മാധ്യമ വാർത്തകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഈ വനിതാ സംവരണ ബില്ലും അതോടൊപ്പം തന്നെ NRCയുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ, മണ്ഡല പുനർനിർണയം, ഇതൊക്കെ വീണ്ടും കേന്ദ്ര സർക്കാർ കൊണ്ടുവരും എന്ന സൂചനയുണ്ടായിരുന്നു. കാരണം പാർലമെൻറ്റിൽ ഇപ്പോൾ ഭരണപക്ഷത്തിന് അംഗബലമുണ്ട്. 3-2 ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കേണ്ട ബില്ലുകൾ വേണമെങ്കിലും 2 സഭകളിലും പാസ്സാക്കിയെടുക്കാൻ ഇപ്പോൾ സർക്കാരിന് കഴിയും. അത്രമാത്രം വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ ദില്ലിയിൽ ഉണ്ടായിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ആ നിർണായക ബില്ലുകൾ വരുന്നതുമായി ബന്ധപ്പെട്ടാണോ ഈ കൂടിയാലോചനകൾ? അതായത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തന്ത്രപരമായ നീക്കങ്ങൾ അത് പ്രധാനമന്ത്രി അറിയിക്കുന്നു, പ്രധാനമന്ത്രി മറ്റു മന്ത്രിമാരുമായി ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ഇത് ഈ വരാനിരിക്കുന്ന ബില്ലുകളെ സംബന്ധിച്ചാണോ എന്നൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ ഉയരുന്നുണ്ട്. പക്ഷേ അങ്ങനെ ബില്ലുകളെക്കുറിച്ചാണെങ്കിൽ ഈ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഈ മീറ്റിങ്ങിൽ വന്നിരിക്കേണ്ട കാര്യം എന്താണ്? മാത്രമല്ല ഇതിനിടയിൽ ഈ ഒരു മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 10 തവണയെങ്കിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഓഫീസിലേക്ക് അജിത് ഡോവൽ ഓടിക്കയറി വന്ന് കയറുന്നതും കാണാം. ഇങ്ങനെ എന്ത് കൂടിയാലോചനയാണ് നടക്കുന്നത്? ബില്ലുകളെ സംബന്ധിച്ചിട്ടുള്ള കൂടിയാലോചനകളൊക്കെ തീർച്ചയായും ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോഴത്തെ ഈ ഉന്നതതല യോഗത്തിന് പിന്നിലെ വിശേഷമെന്ത്, കാര്യമെന്ത്? അതിൽ വിദ്യാർത്ഥി സമരം ഒരു വിഷയമായി മാറിയേക്കാം. കാരണം CJPയുടെ നേതൃത്വത്തിൽ ഒരു വിദ്യാർത്ഥി സമയം വിജയിച്ചിരിക്കുന്നു. അതായത് ഏതാനും ചില ആളുകൾ, ഭൂരിപക്ഷം ആളുകളൊന്നുമില്ല, ഏതാനും ചില വിദ്യാർത്ഥികൾ അവിടെ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നു. ആ പ്രക്ഷോഭകർ നരേന്ദ്രമോദിയുടെ രാജി ആവശ്യപ്പെടുന്നു, ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെടുന്നു, നരേന്ദ്രമോദിയെ തെറിവിളിക്കുന്നു, RSSനെയും BJPയെയും ഒക്കെ തെറിവിളിക്കുന്നു. ഈ തെറിവിളിയെല്ലാം കേൾക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കേന്ദ്ര സർക്കാർ വരുന്നു. ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഒരടി പിന്നോട്ട് പോകുന്ന സാഹചര്യം പോലും ഉണ്ടായി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറ്റ് ചില മാർഗങ്ങളിലൂടെ യുവാക്കളിലേക്ക് എത്താൻ ശ്രമിക്കേണ്ടി വന്നു. അത്തരത്തിൽ ഇൻസ്റ്റ അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അദ്ദേഹം സെൽഫി വീഡിയോകളും മറ്റും ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിട്ടും അവസാനിക്കുന്നില്ല. പാർലമെന്റ് ഇപ്പോഴും തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പെല്ലറ്റ് ഗൺ പ്രയോഗം നടത്തിയെന്ന് പറയുന്നു. മാത്രമല്ല പോലീസുകാർ വിദ്യാർത്ഥികളെ തല്ലിയെന്ന് പറയുന്നു. ആ പോലീസുകാരെ തല്ലിയ വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള കേസ് പിൻവലിക്കണമെന്ന് പറയുന്നു. ഇവിടെ മാത്രമല്ല, രാജ്യത്താകമാനം എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കണമെന്ന് പറഞ്ഞ് വലിയ അക്രമത്തിന് മുതിരുകയാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾ. അതായത് സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അന്വേഷണം, കേസുകളിൽപ്പെട്ടവർക്ക് നേരെയുള്ള അന്വേഷണം തുടരാം, പക്ഷേ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരെ പറഞ്ഞയക്കണം, ജാമ്യം കൊടുത്ത് പറഞ്ഞയക്കണം എന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുണ്ട്. ഈ കേസുകൾ മുഴുവൻ കണ്ണുമടച്ച് പിൻവലിച്ചില്ലെങ്കിൽ വീണ്ടും സമരം ആരംഭിക്കും എന്ന് അഭിജിത് ദീപ്കെയും കൂട്ടരും പറയുന്നുണ്ട്. അതായത് അഭിജിത് ദീപ്കെ എന്ന് പറഞ്ഞാൽ ഒരു സംഘടനാ സ്വാധീനവും ഒരു തരത്തിലുള്ള ചട്ടക്കൂടും ഇല്ലാത്ത ഒരു സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നയാളാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. BJP വളരെ ശക്തമായ ഒരു പാർട്ടിയാണ്. ആ BJPയാണ് കേന്ദ്രം ഭരിക്കുന്നത്. ഒരു സംഘടനാ സംവിധാനവും ഇല്ലാത്ത ഒരാൾക്കൂട്ടം വന്ന് BJP കേന്ദ്ര നേതൃത്വത്തോട് ഇന്നയാൾ രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി കഴിഞ്ഞു. ഇനിയിപ്പോൾ നിതിൻ ഗഡ്കരിയെ അവർ ലക്ഷ്യമിട്ടിട്ടുണ്ടത്രേ. E20 പെട്രോളുമായി ബന്ധപ്പെട്ടുള്ള പരിഷ്കാരങ്ങൾ അത് ഇല്ലാതാക്കണം, ആ പരിഷ്കാരങ്ങളിൽ നിന്ന് രാജ്യം പിന്നോട്ട് പോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിതിൻ ഗഡ്കരിക്കെതിരെ സമരം ആരംഭിക്കാനിരിക്കുന്നത്. ഇങ്ങനെ ഒട്ടനവധി സമരവും അതുപോലെ തന്നെ കോലാഹലങ്ങളുമൊക്കെ ഉണ്ടാക്കാൻ ഈ പറയുന്ന വിദ്യാർത്ഥി കൂട്ടം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനെതിരെ കേന്ദ്ര സർക്കാരിൻ്റെ മറുപടി, കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ പദ്ധതികളാണോ ചർച്ച ചെയ്യപ്പെട്ടത് എന്നൊരു സംശയം ബാക്കിയാവുകയാണ്. മാത്രമല്ല, മൂന്നാമത്തെ കാര്യം പശ്ചിമേഷ്യയാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷം കനത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആക്രമണം നടക്കുന്നില്ലായിരിക്കാം, പക്ഷേ കനത്ത ആക്രമണം ഇതിനോടകം തന്നെ അമേരിക്ക നടത്തി കഴിഞ്ഞിരിക്കുന്നു. വേണമെങ്കിൽ ഇറാൻ തലപൊക്കിയാൽ വീണ്ടും ആക്രമണം നടത്തും. പക്ഷേ വിഷയം അതല്ല. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നു. അതുവഴി കപ്പലുകൾക്ക് പോകാൻ നിവൃത്തിയില്ല. ഹോർമൂസ് കടലിടുക്കിൽ തന്നെ ഒമാൻ തീരത്തോടുകൂടി കപ്പലുകൾ പുറത്തു വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ അതുവരെയും കപ്പൽ വരുന്നില്ല. അതുവഴി വരുന്ന കപ്പലുകളെയും ഇറാൻ ആക്രമിക്കുന്നുണ്ട്. ഇറാൻ തീരത്തോടുകൂടി വരുന്ന കപ്പലുകളെ ഇറാൻ ആക്രമിക്കുന്നില്ല. വൻ തുക ചുങ്കം ചുമത്തി അതുവഴി കടത്തിവിടുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, മൈനുകളിൽ തട്ടി വലിയ രീതിയിൽ കപ്പലുകൾ അപകടത്തിലാകുന്നു. ഈ കടലിടുക്കിൽ മാത്രമല്ല, മറ്റ് പല ഈ കടൽപാതകളിലും അപകടം നടക്കുന്നുണ്ട്, ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ പൊതുവെ ചരക്ക് നീക്കം സ്തംഭിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ചരക്ക് മാത്രമല്ല, പെട്രോളിയം ഉൽപ്പന്നങ്ങളും എല്ലാം സ്തംഭിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ രാജ്യം പുതിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം വരുത്തി വയ്ക്കുന്ന വിനാശം അതെങ്ങനെ കൈകാര്യം ചെയ്യാം, കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എങ്ങനെ രാജ്യത്തേക്ക് എത്തിക്കാം, ഗൾഫ് രാജ്യങ്ങളെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് എങ്ങനെ എത്തിക്കാം, മാത്രമല്ല അതിന് ശാസ്ത്രീയമായ പൈപ്പ് ലൈൻ പോലെയുള്ള പരിപാടികളുണ്ടോ, ഇതൊക്കെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാനാണ് ഉന്നതതല യോഗം ചേർന്നത് എന്നും സൂചനയുണ്ട്. എന്തായാലും നരേന്ദ്രമോദിയും അമിത്ഷായൊന്നും പാർലമെൻറ്റിൽ വരാതെ കറങ്ങി നടക്കുകയല്ല. അവർ പാർലമെൻറ്റിൽ തന്നെയുണ്ട്, സമ്മേളന മുറിയിലേക്ക് വരുന്നില്ല എന്നേ ഉള്ളൂ. അവർ 24 മണിക്കൂറും അവിടെ ബിസിയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാജ്യവിരുദ്ധ ശക്തികൾ ഇന്ത്യയെ ലക്ഷ്യമിടുന്നത് കൊണ്ടാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്.